അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മുടെ ജൂൺ മന്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് നമ്മുടെ കൺസോളിനകത്ത് പോവാം. സോ നമ്മുടെ കൺസോൾ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ആദ്യം ഇക്വിറ്റി നോക്കാം, അത് കഴിഞ്ഞ് നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നോക്കാം. സോ ഇക്വിറ്റി നമുക്ക് ഡേറ്റ് റേഞ്ച് ജൂൺ 1 മുതൽ ജൂൺ 30 വരെ. സോ ഇതാണ് നമ്മുടെ ജൂൺ മന്തിലെ നമ്മുടെ സ്വിംഗ് ട്രേഡിങ്ങിനുള്ള പ്രോഫിറ്റ് ആണ്. റിയലൈസ്ഡ് പ്രോഫിറ്റ് വരുന്നത് 2377 റുപ്പീസ് ആണ്. അതിനകത്ത് ചാർജസ് നമ്മുടെ 266 റുപ്പീസ് ചാർജസും പിന്നെ ഈ അതർ ക്രെഡിറ്റ്സിനകത്ത് ഒരു 1000 രൂപ എക്സ്ട്രാ പോയിട്ടുണ്ട്. അത് ഞാൻ സെൻസിബിൾ പ്രീമിയം പ്ലാറ്റ്ഫോം എടുത്താണ്. സോ അതിന്റെ ഒരു 1000 രൂപ എക്സ്ട്രാ കട്ടായതാണ്. സത്യം പറഞ്ഞാൽ അത് ഗൂഗിൾ പേ വഴി പേ ചെയ്താൽ മതിയായിരുന്നു. ഒരു മണ്ടത്തരം പറ്റിയാണ്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ എഫക്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സോ നെറ്റ് റിയലൈസ്ഡ് പ്രോഫിറ്റ് വരുന്നത് 2000 ആണ്. സോ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഇൻ പെർസെൻറ്റേജ് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ 1 lakh റുപ്പീസ് ആണ് സ്വിംഗ് ട്രേഡിന് യൂസ് ചെയ്യുന്നത്. സോ 2% ആണ് നമ്മുടെ ജൂൺ മന്ത്ലി റിട്ടേൺ. ആക്ച്വലി ഞാൻ ട്രേഡിങ് ആദ്യത്തെ 1 വീക്ക് ചെയ്തിട്ടില്ലായിരുന്നു, സെക്കൻഡ് വീക്ക് തൊട്ടാണ് തുടങ്ങിയത്. സോ നമുക്ക് 2% റിട്ടേൺസ് ആയിരുന്നു ജൂൺ മന്ത് കിട്ടിയത് സ്വിംഗ് ട്രേഡിംഗ് വഴി. കുഴപ്പമില്ലാത്ത റിട്ടേൺസ് ആണ് 2%. കാരണം നമുക്ക് എന്റെ ടാർഗറ്റ് തന്നെ ഒരു 2% ആണ്, 3% തന്നെയാണ് എന്റെ ടാർഗറ്റ് വരുന്നത്. പിന്നെ അടുത്ത് നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ നോക്കാം നമ്മുടെ. സോ ഡേറ്റ് റേഞ്ച് തന്നെ ആയിരിക്കട്ടെ. സോ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷന്റെ നമ്മുടെ റിയലൈസ്ഡ് പ്രോഫിറ്റ് വരുന്നത് 3240 റുപ്പീസ് ആണ്. ചാർജസ് വന്നത് 585 റുപ്പീസ് ചാർജസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നമ്മൾ മൊത്തം കൂടി ഒരു 6 ട്രേഡ്, 6 ട്രേഡ്. കാരണം ഒരെണ്ണം നമുക്ക് അറിയാതെ എക്സിക്യൂട്ട് ആയ ട്രേഡാണ്, 17 റുപ്പീസ് അതിനകത്ത് പ്രോഫിറ്റ് ആണ്. സോ അത് നമ്മൾ കൂട്ടുന്നില്ല. നമുക്ക് 6 ട്രേഡാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 5 പ്രോഫിറ്റബിൾ ആയിരുന്നു, ഒരെണ്ണം ലോസ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ നോക്കാൻ പറ്റും. എന്റെ പ്രോഫിറ്റ് വന്നതൊക്കെ 562, 386, 550, 367, 1655 ഒക്കെയാണ് പ്രോഫിറ്റ് വന്നത്. ലോസ് വന്നത് മാത്രം 298, ആ റേഞ്ച് ആണ് ലോസ്. സോ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ബെറ്റർ ആയതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആയിരുന്നു. നമ്മൾ നെറ്റ് റിയലൈസ് നമുക്ക് P&L പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോ ഇക്വിറ്റിനകത്ത് 4 ട്രേഡാണ് മെയിൻലി ചെയ്തിട്ടുള്ളത്. 3 രൂപ എങ്ങാണ്ട് ചാർജസ് കട്ടിയിട്ടുണ്ട്. അത് എന്തിന്റെയാണ് അല്ലാതെ നമ്മുടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഇതിനകത്തും നല്ലതായിരുന്നു. കാരണം നമുക്ക് ലോസ് വന്നത് 316 റുപ്പീസ് ആയിരുന്നു ഒരു ഡേ. ബാക്കി ദിവസം 740, ഓൾമോസ്റ്റ് 600, 644, 478 അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ എപ്പോഴും ബെറ്റർ ആണ്. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന എമൗണ്ട് 1 lakh to 1.5 lakh ആണ്. സോ ഓൾമോസ്റ്റ് ഒരു 1.5 to 2% റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 2%, അബൌട്ട് 2 ആയിട്ടില്ല, അപ്രോക്സ് 2% റിട്ടേൺസ് വന്നിട്ടുണ്ട്. കറക്റ്റ് 2% റിട്ടേൺസ് വന്നിട്ടുണ്ട്. സോ എന്റെ ടാർഗറ്റ് തന്നെ 2% ആയിരുന്നു. പിന്നെ മേ ബി നമ്മൾ നെക്സ്റ്റ് മന്ത് തൊട്ട് കുറച്ചുകൂടെ ഓപ്ഷൻ ബൈങ്ങും ചെയ്യും. സോ ഇനി തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ മന്ത് നമുക്ക് നമ്മുടെ P&L ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. ഞാൻ സ്വിംഗ് ട്രേഡ്സ് എല്ലാം, ഞാൻ എടുക്കുന്ന സ്വിംഗ് ട്രേഡ് എല്ലാം ഞാൻ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഫണ്ട് നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. ഇക്വിറ്റി ഇപ്പം ഹോൾഡിംഗ് കിടക്കുന്നത് 87,000 ആണ്. ബാലൻസ് ഫണ്ട് ഇപ്പം കിടക്കുന്ന എത്രയാണ്, ഫണ്ട് എടുക്കുന്നത് 1,60,000. ഇത് ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഹോൾഡിംഗ് കിടക്കുന്ന ഇപ്പം കറണ്ട് കിടക്കുന്ന സ്റ്റോക്സ് വരുമ്പോൾ ഫെഡറൽ ബാങ്ക്, ഗെയിൽ, ഹാവൽസ്, ഹിൻഡാൽകോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇൻഡസ് ടവർ, ഇൻഫോസിസ്, TCS. അപ്പോൾ ഇതിനകത്ത് കുഴപ്പമില്ല. ഈ ഇൻഫോസിസും TCSും താമസിക്കാതെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ബാക്കി ഇങ്ങനെ കളിച്ചടക്കണം, ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇതെന്താ ഇങ്ങനെ ഡേ പ്രോഫിറ്റ്? ഇതൊരു അപ്ഡേറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. സത്യം പറഞ്ഞ ഇതാണ് ഡേ പ്രോഫിറ്റ് ഇപ്പം.